ഹലോ, എൻ്റെ പേര് അമൽ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഇപ്പം നമ്മളെല്ലാവരും മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ നേരത്തെ അല്ലെങ്കിൽ പണ്ട് മുതൽ കേട്ടുകൊണ്ടിരുന്ന യൂട്യൂബ് മ്യൂസിക്, അല്ലെങ്കിൽ ഇപ്പം സ്പോട്ടിഫൈ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം ഈയിടെയായിട്ട് ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം പൈസ ഈടാക്കാൻ തുടങ്ങി. കാരണം നേരത്തെ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ പോസ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൈസ കൊടുത്താൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ബുദ്ധിപരമായിട്ട് നമ്മൾ ക്രാക്ഡ് ആയിട്ടുള്ള വേർഷൻസായിട്ട് സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ കിട്ടില്ലായിരുന്നു. യൂട്യൂബിൻ്റെ മ്യൂസിക് അങ്ങനെ കിട്ടില്ല. യൂട്യൂബിൽ തന്നെ പാട്ട് പ്ലേ ചെയ്ത് വീഡിയോ ഓണാക്കി കേൾക്കേണ്ട അവസ്ഥയായി. പിന്നെ നമുക്ക് ഈ ക്രാക്ഡ് വേർഷൻസ് എല്ലാം സ്പോട്ടിഫൈ അവരുടെ സെർവറിൽ നിന്ന് തന്നെ, അതായത് എവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്താലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ സ്പോട്ടിഫൈ ചെയ്ത് മാറ്റി. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വലഞ്ഞൊരവസ്ഥയായിരിക്കും. അപ്പം നമുക്കിന്ന് പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിഫൈയുടെയും യൂട്യൂബിൻ്റെയും ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ആണെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ സാധിക്കും. ഇതൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ എല്ലാ സോങ്സും നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ സാധിക്കും, സ്കിപ്പ് ചെയ്യാൻ സാധിക്കും, പോസ് ചെയ്യാൻ സാധിക്കും, ഷഫിൾ ചെയ്യാനും സാധിക്കും. അല്ലാതെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൽ പോലെ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. RI മ്യൂസിക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നോർമൽ ഒരു ക്യാഷ്വലായിട്ടുള്ള ഒരു UI ആയിരിക്കും. ഇതുപോലെ ആയിരിക്കില്ല. ഇത് ഞാനൊന്ന് കണക്ട് ചെയ്തൊന്ന് സോർട്ട് ചെയ്ത് മാറ്റിയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ UI അധികം രസമില്ലാത്തൊരു UI ആണ്. പക്ഷേ പാട്ടുകൾ കാര്യങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കും. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനിത് കസ്റ്റമൈസ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിത് പാട്ടുകൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് സെർച്ച് ഓപ്ഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് ആ പാട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും, പ്ലേ ചെയ്യാൻ സാധിക്കും, ഡൗൺലോഡ് ചെയ്യാനും, പോസ് ചെയ്യാനും, സ്കിപ്പ് ചെയ്യാനും, റീപ്ലേ ചെയ്യാനും എല്ലാം സാധിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ക്യൂസ് ഉള്ള എത്ര പാട്ടുകളുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ റിവ്യൂ ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.